Next type, integrals of the type integral 0 to 2 pi function of cos theta sin theta d theta, where function of cos theta sin theta is a rational function of cos theta and sin theta. അപ്പോൾ ഇവിടെ ആദ്യം ലിമിറ്റ് നോക്കണം. 0 to 2 pi ആണ്. പിന്നെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ കോസ് തീറ്റ അല്ലെങ്കിൽ സൈൻ തീറ്റ ഇൻറ്റു ഡി തീറ്റ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. പുട്ട് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ഐ തീറ്റ. അപ്പോൾ ഡി ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ഇ റേസ് ടു ഐ തീറ്റ ഡി തീറ്റ, ഓർ ഡി തീറ്റ ഈക്വൽ ടു ഡി ഇസെഡ് ബൈ ഐ ഇസെഡ്. ഇനി കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അറിയാം, ഇ റേസ് ടു ഐ തീറ്റ പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ തീറ്റ ബൈ 2. അപ്പോൾ 1/2 ഇൻറ്റു ഇസെഡ് പ്ലസ് 1/z. ആൻഡ് സൈൻ തീറ്റ ഈക്വൽ ടു 1/2y ഇൻറ്റു ഇ റേസ് ടു ഐ തീറ്റ മൈനസ് ഇ റേസ് ടു മൈനസ് ഐ തീറ്റ. അപ്പോൾ 1/2y ഇൻറ്റു ഇസെഡ് മൈനസ് 1/z. Integral 0 to 2 pi function of cos theta sin theta d theta equal to integral c function of 1/2 into z plus 1/z 1/2y z minus 1/z into dz by iz. Integral c function of z dz. അപ്പോൾ കോസ് തീറ്റ സൈൻ തീറ്റ ഉള്ള ഫംഗ്ഷൻ കിട്ടിയാൽ പിന്നെ നമ്മൾ ലിമിറ്റ് നോക്കണം. ഇൻ്റഗ്രൽ 0 to 2 pi ആണ്. ഇങ്ങനെ വരുന്ന കേസിൽ പുട്ട് ഇസെഡ് ഈക്വൽ ഇ റേസ് ടു ഐ തീറ്റ എന്ന് കൊടുക്കണം. അപ്പോൾ ഡി തീറ്റ എന്ന് പറയുന്നത് ഡി ഇസെഡ് ബൈ ഐ ഇസെഡ് ആണ്. കോസ് തീറ്റ ആണെങ്കിൽ ഇസെഡ് പ്ലസ് 1/z ബൈ 2 ആൻഡ് സൈൻ തീറ്റ ഈക്വൽ ടു ഇസെഡ് മൈനസ് 1/z ബൈ 2i. ഇത്രയും സബ്സ്റ്റിറ്റ്യൂഷൻസ് അവിടെ കൊടുക്കണം. അപ്പോൾ തന്നിരിക്കുന്ന കർവ് എന്ന് പറയുന്നത് മോഡ് ഇസെഡ് ഈക്വൽ ടു 1 ആയിരിക്കും. First question, show that integral 0 to 2 pi d theta by 2 plus cos theta is equal to 2 pi by root 3. അപ്പോൾ തന്നിരിക്കുന്ന ആദ്യത്തെ ഫംഗ്ഷൻ ഓഫ് കോസ് തീറ്റ ഉള്ള ഫംഗ്ഷനെ നമ്മൾ ഐ എന്ന് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ലെറ്റ് ഐ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2 pi d theta by 2 plus cos theta. ഇനി നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ എല്ലാം കൊടുക്കണം. പുട്ട് ഇസെഡ് ഈക്വൽ ടു ഇ റേസ് ടു ഐ തീറ്റ, d ഇസെഡ് ഈക്വൽ ടു ഐ ഇൻറ്റു ഇ റേസ് ടു ഐ തീറ്റ ഡി തീറ്റ ആൻഡ് ഡി തീറ്റ ഈക്വൽ ടു ഡി ഇസെഡ് ബൈ ഐ ഇസെഡ്. അപ്പോൾ കോസ് തീറ്റ ഈക്വൽ ടു ഇസെഡ് പ്ലസ് 1/z ബൈ 2. അപ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്യുക. ഇസെഡ് സ്ക്വയർ പ്ലസ് 1/2z. Therefore I is equal to integral c dz by iz divided by 2 plus z square plus 1/2z. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് കിട്ടും 1/i ഇൻറ്റു ഇൻ്റഗ്രൽ സി dz by z ഇൻറ്റു 4z plus z square plus 1/2z is equal to 2/i into integral c dz by z square plus 4z plus 1, where c is the unit circle, mod z equal to 1. അപ്പോൾ തന്നിരിക്കുന്ന z ഉള്ള ഫംഗ്ഷനെ നമ്മൾ ഫംഗ്ഷൻ ഓഫ് z എന്ന് കൊടുക്കുക. അപ്പോൾ ഫംഗ്ഷൻ ഓഫ് z ഈക്വൽ ടു 1/z സ്ക്വയർ പ്ലസ് 4z പ്ലസ് 1. ഇനി പോൾസ് നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? ഡിനോമിനേറ്ററിനെ 0 ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ z സ്ക്വയർ പ്ലസ് 4z പ്ലസ് 1 ഈക്വൽ ടു 0. അപ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഇത് സോൾവ് ചെയ്യണം. അപ്പോൾ z ഈക്വൽ ടു -2 പ്ലസ് ഓർ മൈനസ് √3 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ z ഈക്വൽ ടു -2 പ്ലസ് ഓർ മൈനസ് √3 എന്ന് കിട്ടും. ഇതെല്ലാം സിമ്പിൾ പോൾസ് ആണ്. അപ്പോൾ -2 പ്ലസ് √3 എന്ന് പറയുന്നത് സിമ്പിൾ പോൾ വിച്ച് ലൈസ് ഇൻസൈഡ് സി ആണ്. തന്നിരിക്കുന്ന കർവ് മോഡ് z ഈക്വൽ ടു 1 ആണ്. അപ്പോൾ -2 പ്ലസ് √3 എന്ന് പറയുന്നത് അത് ഇൻസൈഡ് ആയിരിക്കും. ഇനി റെസിഡ്യൂ കണ്ടുപിടിക്കുക. റെസിഡ്യൂ എഫ് ഓഫ് ഇസെഡ് അറ്റ് ഇസെഡ് ഈക്വൽ ടു -2 പ്ലസ് √3 ഈക്വൽ ടു ലിമിറ്റ് ഇസെഡ് ടെൻസ് ടു എ ഇസെഡ് മൈനസ് എ ഇൻറ്റു ഫംഗ്ഷൻ ഓഫ് ഇസെഡ് ആണ്. അപ്പോൾ ലിമിറ്റ് ഇസെഡ് ടെൻസ് ടു -2 പ്ലസ് √3 ഇസെഡ് പ്ലസ് 2 മൈനസ് √3 ഇൻറ്റു ഫംഗ്ഷൻ ഓഫ് ഇസെഡ്. അപ്പോൾ ലിമിറ്റ് ഇസെഡ് ടെൻസ് ടു -2 പ്ലസ് √3 ഇൻറ്റു ഇസെഡ് പ്ലസ് 2 മൈനസ് √3 ഇൻറ്റു 1 ബൈ, നമ്മൾ ആ ഡിനോമിനേറ്റർ ഫാക്ടറൈസ് ചെയ്യണം. ഇസെഡ് സ്ക്വയർ പ്ലസ് 4z പ്ലസ് 1 ഉണ്ടല്ലോ, അതിനെ ഫാക്ടറൈസ് ചെയ്താണ് എഴുതിയിരിക്കുന്നത്. ഇസെഡ് പ്ലസ് 2 മൈനസ് √3 ഇൻറ്റു ഇസെഡ് പ്ലസ് 2 പ്ലസ് √3. അപ്പോൾ ഇസെഡ് പ്ലസ് 2 മൈനസ് √3 എന്ന് പറയുന്നത് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ലിമിറ്റ് ഇസെഡ് ടെൻസ് ടു -2 പ്ലസ് √3 ഇൻറ്റു 1 ബൈ ഇസെഡ് പ്ലസ് 2 പ്ലസ് √3. ഇനി ഇസെഡിന് എന്ത് കൊടുക്കണം? -2 പ്ലസ് √3 സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക. അപ്പോൾ 1/2 √3 എന്ന് കിട്ടും. ഇനി ബൈ കോഷ്യസ് റെസിഡ്യൂ തിയറം ഉപയോഗിച്ച് നമുക്കറിയാം 2πa ഇൻറ്റു സം ഓഫ് ദി പോൾസ് ലൈ ഇൻസൈഡ് സി ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ സി ഫംഗ്ഷൻ ഓഫ് ഇസെഡ് ഡി ഇസെഡ് ഈക്വൽ ടു 2πa ഇൻറ്റു 1/2 √3. അപ്പോൾ πa ബൈ √3 എന്ന് കിട്ടും. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 2 pi d theta by 2 plus cos theta is equal to 2/i into pi by √3 is equal to 2 pi by √3. Next question, show that
integral 0 to 2 pi d theta by a plus b cos theta is equal to integral 0 to 2 pi d theta by a plus b sin theta is equal to 2 pi by root of a square minus b square, a greater than b greater than 0. അപ്പോൾ ഫസ്റ്റ് തന്നിരിക്കുന്ന കോസ് തീറ്റ ഉള്ള ഫംഗ്ഷനെ I1 ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ലെറ്റ് I1 ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2 pi d തീറ്റ ബൈ എ പ്ലസ് ബി കോസ് തീറ്റ. ഇത് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷനാണ്. പുട്ട് ഇസഡ് ഈക്വൽ ടു ഇ റേസ് ടു ഐ തീറ്റ. അപ്പോൾ ഡി ഇസഡ് ഈക്വൽ ടു ഐ ഇൻറ്റു ഇ റേസ് ടു ഐ തീറ്റ ഡി തീറ്റ. ഡി തീറ്റ ഈക്വൽ ടു ഡി ഇസഡ് ബൈ ഐ ഇസഡ്. അപ്പോൾ കോസ് തീറ്റ എന്തായിരിക്കും? ഇസഡ് പ്ലസ് 1 ബൈ ഇസഡ് ബൈ 2 ഇസഡ് സ്ക്വയർ പ്ലസ് 1 ബൈ 2 ഇസഡ്. I1 equal to integral C dz by Iz divided by a plus b into z square plus 1 by 2z. അതിനെ സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്നതാണ് 2 by I into integral C dz by 2az plus b into z square plus 1. 2 by I into integral C dz by bz square plus 2az plus b, where C is the unit circle, mod z equal to 1. അപ്പോൾ തന്നിരിക്കുന്ന ഇസഡിലുള്ള ഫംഗ്ഷനെ ഫംഗ്ഷൻ ഓഫ് ഇസഡ് എന്ന് കൊടുക്കുക. ലെറ്റ് ഫംഗ്ഷൻ ഓഫ് ഇസഡ് ഈക്വൽ ടു 1 ബൈ ബി ഇസഡ് സ്ക്വയർ പ്ലസ് 2az പ്ലസ് ബി. ഇനി പോൾസ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിനെ 0 ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ ബി ഇസഡ് സ്ക്വയർ പ്ലസ് 2az പ്ലസ് ബി ഈക്വൽ ടു 0. അപ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക. ഇസഡ് ഈക്വൽ ടു മൈനസ് 2a പ്ലസ് ഓർ മൈനസ് root of 4a square minus 4b square divided by 2b is equal to minus a plus or minus root of a square minus b square by b. അപ്പോൾ ഫസ്റ്റ് റൂട്ടിനെ ആൽഫ എന്ന് ഡിനോട്ട് ചെയ്യുക, സെക്കൻഡ് റൂട്ടിനെ ബീറ്റ എന്ന് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ലെറ്റ് ആൽഫ is equal to minus a plus root of a square minus b square by b and beta equal to minus a minus root of a square minus b square by b. അപ്പോൾ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇതിൻ്റെ കൊയഫിഷ്യൻ്റ് നോക്കിക്കൊള്ളണം. ഇസഡ് സ്ക്വയറിൻ്റെ കൊയഫിഷ്യൻ്റ് ബി ആ വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ആ കൊയഫിഷ്യൻ്റ് ഓഫ് ഇസഡ് സ്ക്വയർ ഉണ്ടല്ലോ ബി, അതിനെ പുറത്തെടുക്കുക. അപ്പോൾ ബി ഇൻറ്റു മറ്റതിനെ ഫാക്ടറൈസ് ചെയ്യണം. ഇസഡ് മൈനസ് ആൽഫ ഇൻറ്റു ഇസഡ് മൈനസ് ബീറ്റ. അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് മൈനസ് എ പ്ലസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ ബി. അപ്പോൾ ഇത് സിമ്പിൾ പോൾ ആണ്, വിച്ച് ലൈസ് ഇൻസൈഡ് സി ആണ്. ഇനി അതിൻ്റെ റെസിഡ്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ആൽഫ ഇസഡ് മൈനസ് ആൽഫ ഇൻറ്റു എഫ് ഓഫ് ഇസഡ്. അപ്പോൾ ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ആൽഫ ഇസഡ് മൈനസ് ആൽഫ ഇൻറ്റു 1 ബൈ ബി ഇൻറ്റു ഇസഡ് മൈനസ് ആൽഫ ഇൻറ്റു ഇസഡ് മൈനസ് ബീറ്റ. ഇസഡ് മൈനസ് ആൽഫ അങ്ങ് ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ആൽഫ 1 ബൈ ബി ഇൻറ്റു ഇസഡ് മൈനസ് ബീറ്റ ഈക്വൽ ടു 1 ബൈ ബി ഇൻറ്റു ആൽഫ മൈനസ് ബീറ്റ. ഇനി ആൽഫയ്ക്ക് ബീറ്റയ്ക്ക് എല്ലാം വാല്യൂസ് എല്ലാം കൊടുക്കണം. വാല്യൂസ് എല്ലാം കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 1 ബൈ 2b ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ ബി ഈക്വൽ ടു 1 ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇത് ബൈ കോഷ്യസ് റെസിഡ്യൂ തിയറം ഉപയോഗിച്ച് നമുക്കറിയാം 2πa ഇൻറ്റു സം ഓഫ് ദി പോൾസ് ലൈ ഇൻസൈഡ് സി ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ സി ഫംഗ്ഷൻ ഓഫ് ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു 2πa ഇൻറ്റു 1 ബൈ 2 റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു πa ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. π1 ഈക്വൽ ടു 2 by I into pi I by root of a square minus b square is equal to 2 pi by root of a square minus b square. ഇനി നെക്സ്റ്റ് തന്നിരിക്കുന്നത് സൈൻ തീറ്റയിലുള്ള ഫംഗ്ഷനാണ്. അതിനെ I2 എന്ന് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ലെറ്റ് I2 ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2 pi d തീറ്റ ബൈ എ പ്ലസ് ബി സൈൻ തീറ്റ. അപ്പോൾ സൈൻ തീറ്റ എന്ന് പറയുന്നത് 1 ബൈ 2i ഇൻറ്റു ഇസഡ് മൈനസ് 1 ബൈ ഇസഡ് ആണ്. അപ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്തിരിക്കുകയാണ്. ഇസഡ് സ്ക്വയർ മൈനസ് 1 ബൈ 2i ഇസഡ്. I2 is equal to integral C dz by Iz divided by a plus b into z square minus 1 by 2iz. അപ്പോൾ twice into integral C dz by 2iaz plus b into z square minus 1. അപ്പോൾ 2 into integral C dz by bz square plus 2iaz minus b. ഇത് തന്നിരിക്കുന്നത് ഫംഗ്ഷൻ ഓഫ് ഇസഡിനെ നമ്മൾ ജി ഓഫ് ഇസഡിനെ ഡിനോട്ട് ചെയ്തു. നേരത്തെ ഉള്ളതിനെ ഫംഗ്ഷൻ ഓഫ് ഇസഡ് എന്ന് കൊടുത്തു. അതുകൊണ്ടാണ് ഇത് വേറൊരു ഫംഗ്ഷനായിട്ട് എടുത്തിരിക്കുകയാണ് ജി ഓഫ് ഇസഡ്. അപ്പോൾ ജി ഓഫ് ഇസഡ് ഈക്വൽ ടു 1 ബൈ ബി ഇസഡ് സ്ക്വയർ പ്ലസ് 2i ഇസഡ് മൈനസ് ബി. ഇനി പോൾസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ 0 ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ ബി ഇസഡ് സ്ക്വയർ പ്ലസ് 2i ഇസഡ് മൈനസ് ബി ഈക്വൽ ടു 0. ഇനി ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. അപ്പോൾ ഇസഡ് ഈക്വൽ ടു മൈനസ് 2ia പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് മൈനസ് 4a സ്ക്വയർ പ്ലസ് 4b സ്ക്വയർ ബൈ 2b ഈക്വൽ ടു മൈനസ് ia
plus or minus root of b square minus a square by b. ഇപ്പോൾ ഫസ്റ്റ് റൂട്ടിനെ ആൽഫ എന്ന് ഡിനോട്ട് ചെയ്തു, സെക്കൻഡ് റൂട്ടിനെ ബീറ്റ എന്ന് ഡിനോട്ട് ചെയ്തു. ലെറ്റ് ആൽഫ ഈക്വൽ ടു മൈനസ് ഐ എ പ്ലസ് ഐ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ ബി ആൻഡ് ബീറ്റ ഈക്വൽ ടു മൈനസ് ഐ എ മൈനസ് ഐ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ ബി. ഞാൻ നേരത്തെ പറഞ്ഞു കോഎഫിഷ്യന്റ് ഓഫ് ഇസെഡ് സ്ക്വയർ ഇവിടെ ബി എന്നാണ് കിടക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ബീനെ പുറത്തെടുക്കുക. അപ്പോൾ എഫ് ഓഫ് ഇസെഡ് ഈക്വൽ ടു 1/b ഇൻറ്റു ഇസെഡ് മൈനസ് ആൽഫ ഇൻറ്റു ഇസെഡ് മൈനസ് ബീറ്റ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ആൽഫ തന്നിരിക്കുന്ന മൈനസ് ഐ എ പ്ലസ് ഐ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ ബി ആണ്. ഈ പോൾ എന്തായിരിക്കും? ഇൻസൈഡ് സി ആണ്. അപ്പോൾ അതിൻ്റെ റെസിഡ്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ലിമിറ്റ് ഇസെഡ് ടെൻസ് ടു ആൽഫ ഇസെഡ് മൈനസ് ആൽഫ ഇൻറ്റു എഫ് ഓഫ് ഇസെഡ്. അപ്പോൾ ലിമിറ്റ് ഇസെഡ് ടെൻസ് ടു ആൽഫ ഇസെഡ് മൈനസ് ആൽഫ ഇൻറ്റു 1/b ഇൻറ്റു ഇസെഡ് മൈനസ് ആൽഫ ഇൻറ്റു ഇസെഡ് മൈനസ് ബീറ്റ. അപ്പോൾ ഇസെഡ് മൈനസ് ആൽഫ അങ്ങ് ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ ലിമിറ്റ് ഇസെഡ് ടെൻസ് ടു ആൽഫ 1/b ഇൻറ്റു ഇസെഡ് മൈനസ് ബീറ്റ ഈക്വൽ ടു 1/b ഇൻറ്റു ആൽഫ മൈനസ് ബീറ്റ. അപ്പോൾ 1/2i ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇനി ബൈ കോഷ്യസ് റെസിഡ്യൂ തിയറി ഉപയോഗിച്ച് 2π സം ഓഫ് ദി പോൾസ് ലൈ ഇൻസൈഡ് സി എന്നറിയാം. അപ്പോൾ 2πa ഇൻറ്റു 1/2i ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ 2i അങ്ങ് ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ പൈ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. π2 ഈക്വൽ ടു 2 ഇൻറ്റു പൈ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു 2π ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. Next question. Using contour integration, evaluate integral 0 to 2π d theta by 13 plus 5 sin theta. Let I is equal to integral 0 to 2π d theta by 13 plus 5 sin theta. Put z equal to e raised to I theta, dz equal to I into e raised to I theta d theta, d theta equal to dz by iz. ഇപ്പോൾ cos theta എന്ന് പറയുന്നത് z plus 1/z by 2 ആണ്. ഇപ്പോൾ z square plus 1/2z. sin theta equal to z minus 1/z by 2i ആണ്. അപ്പോൾ z square minus 1/2iz. അപ്പോൾ I is equal to integral c dz by iz divided by 13 plus 5 into z square minus 1/2iz. Integral c 2 divided by 5z square plus 26iz minus 5 into dz. അതിനെ സിംപ്ലിഫൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ തന്നിരിക്കുന്ന ആ ഫംഗ്ഷൻ ഓഫ് ഇസഡിനെ ഫംഗ്ഷൻ ഓഫ് ഇസഡ് എന്ന് കൊടുക്കുക. ഫംഗ്ഷൻ ഓഫ് ഇസഡ് ഈക്വൽ ടു 2/5z സ്ക്വയർ പ്ലസ് 26iz മൈനസ് 5. ഇപ്പോൾ 2 ഡിവൈഡഡ് ബൈ 5z പ്ലസ് ഐ ഇൻറ്റു ഇസഡ് പ്ലസ് 5i എന്ന് വരും. പക്ഷെ നമ്മൾ കോഎഫിഷ്യന്റ് ഇസഡ് സ്ക്വയർ ഇവിടെ 5 ആണ് കിടക്കുന്നത്. കോൺസ്റ്റൻറ്റ് നമുക്ക് 5 ആണ് കിടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? 5നെ പുറത്തെടുക്കണം. അപ്പോൾ 5 ഇൻറ്റു ഇസഡ് പ്ലസ് ഐ ബൈ 5 ഇൻറ്റു ഇസഡ് പ്ലസ് 5i. ഇനി പോൾസ് നോക്കുക. ഇപ്പോൾ ഡിനോമിനേറ്റർ 0 ഇക്വേറ്റ് ചെയ്യണം. ഇസഡ് ഈക്വൽ ടു മൈനസ് ഐ ബൈ 5 ആൻഡ് ഇസഡ് ഈക്വൽ ടു മൈനസ് 5i. ഇസഡ് ഈക്വൽ ടു മൈനസ് ഐ ബൈ 5 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സിമ്പിൾ പോൾ വിച്ച് ലൈസ് ഇൻസൈഡ് സി ആണ്. അപ്പോൾ അതിൻ്റെ റെസിഡ്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ലിമിറ്റ് ഇസഡ് ടെൻസ് ടു മൈനസ് ഐ ബൈ 5 ഇസഡ് പ്ലസ് ഐ ബൈ 5 ഇൻറ്റു എഫ് ഓഫ് ഇസഡ്. അപ്പോൾ ലിമിറ്റ് ഇസഡ് ടെൻസ് ടു മൈനസ് ഐ ബൈ 5 ഇസഡ് പ്ലസ് ഐ ബൈ 5 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു ഇസഡ് പ്ലസ് ഐ ബൈ 5 ഇൻറ്റു ഇസഡ് പ്ലസ് 5i. അപ്പോൾ ലിമിറ്റ് ഇസഡ് ടെൻസ് ടു മൈനസ് ഐ ബൈ 5 ഇൻറ്റു 2/5 ഇൻറ്റു ഇസഡ് പ്ലസ് 5i. ഇപ്പോൾ 2 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു മൈനസ് ഐ ബൈ 5 പ്ലസ് 5i. ഇപ്പോൾ 2 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു മൈനസ് ഐ പ്ലസ് 25i ഡിവൈഡഡ് ബൈ 5. ഇപ്പോൾ 2/24i എന്ന് കിട്ടും. ഈക്വൽ ടു 1/12i. ഇനി ബൈ കോഷ്യസ് റെസിഡ്യൂ തിയറം 2πa ഇൻറ്റു 1/12i ഈക്വൽ ടു π/6. അപ്പോൾ ഇക്വേഷൻ 1 എന്തായിട്ട് മാറും? ഇൻ്റഗ്രൽ 0 to 2π d theta by 13 plus 5 sin theta ഈക്വൽ ടു π/6. Question. Evaluate integral 0 to 2π cos 2 theta divided by 5 minus 4 cos theta into d theta. അപ്പോൾ let I is equal to integral 0 to 2π cos 2 theta divided by 5 minus 4 cos theta into d theta. ഇനി കൊസൈൻ എന്ന് പറയുന്നത് റിയൽ പാർട്ടാണ്. അപ്പോൾ let I is equal to റിയൽ പാർട്ട് ഓഫ് ഇൻ്റഗ്രൽ 0 to 2π e raised to 2i theta divided by 5 minus 4 cos theta into d theta. അപ്പോൾ റിയൽ പാർട്ട് ഓഫ് ഇൻ്റഗ്രൽ 0 to 2π e raised to I theta the whole square divided by 5 minus 4 cos theta into d theta. അപ്പോൾ put z equal to e raised to I theta, d theta എന്ന് പറയുന്നത് dz by iz, cos theta എന്ന് പറയുന്നത് z plus 1/z by 2 ആണ്. z square plus 1/2z. Pi is equal to real part of
z square divided by 5 minus 4 into z square plus 1 by 2z into iz, where c is the circle, mod z equal to 1. For real part of 1 by I into integral c z square by 5z minus 2z square minus 2 into dz. For real part of minus 1 by I into integral c z square by 2z square minus 5z plus 2 into dz. ഒരു മൈനസ് അങ്ങ് പുറത്തെടുത്തിരിക്കുകയാണ്. ഇത് തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഫംഗ്ഷൻ ഓഫ് z എന്ന് ഡിനോട്ട് ചെയ്യുക. ലെറ്റ് ഫംഗ്ഷൻ ഓഫ് z ഈക്വൽ ടു z സ്ക്വയർ ബൈ 2z സ്ക്വയർ മൈനസ് 5z പ്ലസ് 2 ഈക്വൽ ടു z സ്ക്വയർ ഡിവൈഡഡ് ബൈ 2z മൈനസ് 1 ഇൻറ്റു z മൈനസ് 2 എന്ന് കിട്ടും. ഡിനോമിനേറ്റർ സിംപ്ലിഫൈ ചെയ്യുമ്പം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു കോഎഫിഷ്യന്റ് ഓഫ് z സ്ക്വയർ ഇവിടെ 2 ആണ്. അപ്പോൾ 2നെ പുറത്തെടുക്കണം. അപ്പോൾ 2 ഇൻറ്റു z മൈനസ് 1 ബൈ 2 ഇൻറ്റു z മൈനസ് 2. ഈ പോൾസ് കാൽക്കുലേറ്റ് ചെയ്യാം. z ഈക്വൽ ടു 1 ബൈ 2 ആണ്, z ഈക്വൽ ടു 2 ആണ്. അപ്പോൾ z ഈക്വൽ ടു 1 ബൈ 2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിമ്പിൾ പോൾ വിച്ച് ലൈസ് ഇൻസൈഡ് c ആണ്. അപ്പോൾ റെസിഡ്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. റെസിഡ്യൂ എഫ് ഓഫ് z അറ്റ് z ഈക്വൽ ടു 1 ബൈ 2. അപ്പോൾ ലിമിറ്റ് z ടെൻസ് ടു 1 ബൈ 2 z മൈനസ് 1 ബൈ 2 ഇൻറ്റു എ ഫംഗ്ഷൻ ഓഫ് z. അപ്പോൾ ലിമിറ്റ് z ടെൻസ് ടു 1 ബൈ 2 z മൈനസ് 1 ബൈ 2 ഇൻറ്റു z സ്ക്വയർ ബൈ 2 ഇൻറ്റു z മൈനസ് 1 ബൈ 2 ഇൻറ്റു z മൈനസ് 2. z മൈനസ് 1 ബൈ 2 ക്യാൻസൽ ചെയ്ത് പോവും. ലിമിറ്റ് z ടെൻസ് ടു 1 ബൈ 2 z സ്ക്വയർ ബൈ 2 ഇൻറ്റു z മൈനസ് 2 ഈക്വൽ ടു 1 ബൈ 4 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 ബൈ 4 മൈനസ് 2 ഈക്വൽ ടു മൈനസ് 1 ബൈ 12. Therefore by Cauchy's residue theorem 2 pi i into minus 1 by 12 ഈക്വൽ ടു മൈനസ് pi i by 6. Pi is equal to real part of minus 1 by I into minus pi I by 6. For real part of pi by 6 is equal to pi by 6.